الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം സുദീർഘമായി ഖുർആൻ പ്രതിപാദിച്ച ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ തൂരി സീനാ മലയിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുകയും ആ അള്ളാഹുവിനെ കണ്ടുമുട്ടിയ ആ പ്രവാചകൻ അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്ത ശേഷം ഫിർഔൻ, ആ കിരാതനായ ഫിർഔനിൻ്റെ അടുത്തേക്ക് പ്രബോധനവുമായി പോകണം എന്ന് പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ മൂസാ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ നിവർത്തിച്ചു തരാം, നീ ഫിർഔൻ്റെ അടുക്കലേക്ക് ചെല്ലണമെന്ന് അല്ലാഹു തആല സംസാരം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അതിലുള്ള ഒരു വാചകമാണ് ഖാല റബ്ബിശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണം അല്ലാഹുവേ എന്ന് പറയുകയാണ്. ഹൃദയ വിശാലത എന്നത് ഓരോ മനുഷ്യനും ആവശ്യമുള്ള ഒരു കാര്യമാണ്. വിശാല ഹൃദയമല്ലാതെ നമ്മൾ ആരെ ഉപദേശിച്ചാലും ആ ഉപദേശം അവരെ സ്വീകരിക്കുകയില്ല. മൂസാ അലൈഹിസ്സലാം ആ ക്രൂരനായ ഫിർഔൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ആഗ്രഹിച്ചത് വളരെ വലിയൊരു ആഗ്രഹമാണ്. ഹൃദയവിശാലതയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ആ ഹൃദയവിശാലത മറ്റുള്ളവരെ സ്വാധീനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ ഹൃദയവും വിശാലമാകണം. എന്തിന്? നമ്മുടെ കുട്ടികൾ നമ്മളെ അനുസരിക്കാൻ, നമ്മുടെ ഭാര്യ നമ്മളെ അനുസരിക്കാൻ, ഭർത്താവിന് നമ്മൾ പറയുന്നത് മനസ്സിലാകാൻ, ഉപ്പക്കും ഉമ്മക്കും നമ്മുടെ ആശയമെന്നത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാകണം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രയാസങ്ങളും ആകുലതകളും നമ്മുടെ മനസ്സിനെ വല്ലാതെ വീർപ്പിമുട്ടിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രശ്നമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒന്നല്ല 1000 പ്രശ്നം പറയാനാണ് പലരും ശ്രമിക്കുന്നത്. കാരണം അത് മനസ്സിനെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. പലപ്പോഴും നാം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് ഹൃദയത്തിനൊരിടുക്കം. ഇവിടെ നെഞ്ചത്തെന്തോ ഒരു പിടുത്തം, അല്ലെങ്കിൽ ആകെ ഒരു ശ്വാസം കിട്ടായിക, അല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ എനിക്കെന്താണ് വരുന്നതെന്ന് അറിയാത്ത ഒരവസ്ഥ.
ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥ. വലിയ വണ്ടിയിൽ വലിയ ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങേയറ്റത്തെ വരുമാനം കിട്ടുന്ന ഒരു കച്ചവടത്തിലെ ഒരു കാഷ്യറുടെ ഒരു ഉടമസ്ഥന്റെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഒരു കമ്പനിയുടെ മാനേജറാണ്, എങ്കിലും സമാധാനം ലഭിക്കുന്നില്ല എന്ന പരാതി പറയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മക്കളുണ്ട്, ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു മനസ്സമാധാനമില്ലായ്മ ഉണ്ടെന്ന് പറയുന്നവരാണ് അധികവും. എന്നാൽ ഈ മനസ്സെങ്ങനെ വിശാലമാക്കാം, ഈ മനസ്സിനെങ്ങനെ സമാധാനം കണ്ടെത്താം, അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിന്റെ വെളിച്ചത്തിൽ മനുഷ്യരുടെ ഹൃദയം വിശാലമാകാൻ അല്ലാഹു നിർദ്ദേശിച്ച 6 കാര്യങ്ങളാണ് ഇന്ന് ഖുതുബയിലൂടെ നിങ്ങളെ തെര്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് തൗഹീദ് തന്നെ. ഹൃദയ വിശാലതയുടെ ഒരു കവാടമാണ് തൗഹീദ്. ഏകദൈവ വിശ്വാസം ഹൃദയത്തിന് ഏകുന്ന വെളിച്ചം വളരെ വലുതാണ്. ശിർക്കിൽ നിന്നും ബഹുദൈവത്വത്തിൽ നിന്നും പതുക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, തൗഹീദിലേക്ക് കടന്നു വന്ന ആളുകൾക്കാണ് കൃത്യമായി അതിൻ്റെ വിശാലത മനസ്സിലാവുക. അവിടെ പോകുന്നു, അവിടെ നിന്ന് ശരിയാവുന്നില്ല, മറ്റിടത്ത് പോകുന്നു, അവിടെ ഏലസ് കെട്ടുന്നു, ശരിയാവുന്നില്ല, അപ്പുറത്ത് കുറേ ബിദഅത്തിൻ്റെയും ശിർക്കിൻ്റെയും മാലയും മൗലൂദും ചെല്ലുന്നു, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു നിൽക്കുന്നവന്റെ മനസ്സിലേക്ക് തൗഹീദിന്റെ വെളിച്ചം വന്നാൽ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ആരുടെ ഹൃദയമാണോ ഇസ്ലാമിനായി അള്ളാഹു തുറന്നു കൊടുക്കുന്നത്, അവൻ തന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. അള്ളാഹുവിലേക്ക് ഹൃദയം തുറന്നവൻ, അള്ളാഹുവിന്റെ വെളിച്ചം സ്വീകരിച്ചവൻ, ഹൃദയത്തിന്റെ വിശാലത അവന് വന്നു ചേരും. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് തന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫഅഅലമു അസ്ബാബു ഇൻശിറാഹി സ്വദ്ർ അത്തൗഹീദ് وعلى حسب كماله وقوته وزيادته يكون انشراح الصدر صاحبه. തൗഹീദാണ് ഹൃദയ വിശാലതയുടെ ഏറ്റവും വലിയ കാരണം. അത് ഹൃദയത്തിൽ നിന്ന് ഭയത്തെ നീക്കും, സങ്കടത്തെ നീക്കും. ഭയവും സങ്കടവുമില്ലാതെ അവന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏറ്റവും വലിയ ഹുദയാണ് തൗഹീദ്. അത് സ്വീകരിച്ചാൽ ഖൗഫ് വന്നു ചേരുകയില്ല, ഹസ്ന് വന്നു ചേരുകയില്ല. മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് തൗഹീദ്. തൗഹീദ് മനുഷ്യനെ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്നും സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് മോചിപ്പിക്കുന്നു. സൃഷ്ടികളെ ആരാധിക്കുന്നവർ സൃഷ്ടികളുടെ അടിമയായി മാറുന്നു. സൃഷ്ടികളുടെ അടിമയായാൽ ഒരിക്കലും മനുഷ്യന് സമാധാനം ലഭിക്കുകയില്ല. സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്കാണ് തൗഹീദിലൂടെ എത്തപ്പെടുന്നത്. മറ്റാരെയും ഭയപ്പെടാനില്ലാതെ, മറ്റാരോടും ഒന്നും തേടുവാനില്ലാത്ത അവസ്ഥ അത് ഹൃദയത്തിന് വന്നു ചേരുമ്പോൾ വല്ലാത്ത ആശ്വാസവും ശ്വാസവുമാണ് നമുക്ക് ലഭിക്കുക. ശിർക്കിന്റെ ഇടുക്കം ഖുർആൻ പറയുന്നുണ്ട്. തൗഹീദിന്റെ വിപരീതമായ ശിർക്ക്, ബഹുദൈവ വിശ്വാസം ഹൃദയത്തെ ശ്വാസം മുട്ടിക്കും. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. പക്ഷികൾ അവനെ കൊത്തിയെടുത്തു കൊണ്ടുപോകുന്നു. അങ്ങനെ ആകാശത്തു നിന്ന് വീണവന്റെ അവസ്ഥ എന്തായിരിക്കും? വിമാനത്തിൽ നിന്ന് വീണവൻ എന്തായിരിക്കും അവന്റെ അവസ്ഥ? എവിടെ വീഴുമെന്നറിയില്ല, കാറ്റെങ്ങോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല, താഴേക്ക് എത്തുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അങ്ങനെയായിരിക്കും തൗഹീദിന്റെ വിപരീതമായ ശിർക്ക് ചെയ്യുന്നവർക്കുണ്ടായിരിക്കുക. തൗഹീദ് നൽകുന്ന സുരക്ഷിതത്വം വളരെ വ്യക്തമാണ്. തൗഹീദുള്ളവൻ ഏത് പ്രതിസന്ധിയിലും തളരുകയില്ല. കാരണം അവന്റെ ഹൃദയം യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇൻശിറാഹുസ് സദ്ർ, ഹൃദയ വിശാലത, അല്ലാഹുവിലേക്കുള്ള മടക്കം. അതാണ് വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് വളരെ കുടുസായ ജീവിതത്തിലായിരുന്നു. ഒരാളെ കൊന്നതിൻ്റെ വേദന, 4 പെക്കടിച്ചതിൻ്റെ വേദന, ഒരു സ്ത്രീയെ വ്യഭിചരിച്ചതിൻ്റെ വേദന, ആ വേദനയും പ്രയാസവുമായി ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ
ഷഹാദത്ത് ചൊല്ലി വന്നപ്പോൾ, ഇതൊക്കെ ഒഴിവാക്കിയപ്പോൾ ഇതിൻ്റെ ഒന്നും വേദനയില്ലാതെ പരിശുദ്ധമായ ഹൃദയവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക്, വ്യഭിചാരത്തിൽ നിന്നും പവിത്രതയിലേക്ക് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹൃദയത്തിന്റെ വിശാലത കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. ഇനാബത്തുൻ ഇലല്ലാഹ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഇനാബത്തു ഹിയ ഉഖൂഫുൽ ഖൽബി അലല്ലാഹി അസ്സ വജൽ ബിമഹബ്ബതിഹി വഖൗഫിഹി വറജാഇഹി. സ്നേഹത്തോട്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടുകൂടി, അള്ളാഹുവിനോടുള്ള ഭയപ്പാടോടുകൂടി, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയോടുകൂടി ഹൃദയം അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിനാണ് മടക്കം, അള്ളാഹുവിലേക്കുള്ള മടക്ം, ഇനാബത്ത് എന്ന് പറയുന്നത്. തെറ്റു സംഭവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് വിനയത്തോടുകൂടി മടങ്ങുന്നത് ഹൃദയത്തിൻ്റെ ഭാരം കുറക്കും. ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തളർറൂ വലാകിൻ ഖസത് ഖുലൂബുഹും. നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അവർ വിനീതരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഹൃദയം കടുത്തുപോകുന്ന അവസ്ഥയാണ് അള്ളാഹുവിൽ നിന്നും തിരിഞ്ഞു നടക്കുന്നവർക്കുണ്ടായിരിക്കുക. അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അള്ളാഹുവെ സ്മരിക്കുവാൻ ഹൃദയങ്ങൾക്ക് വിനീതമാകേണ്ട സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് വിനയപ്പെട്ടവന് ഹൃദയം വിശാലമാകുമെന്നർത്ഥം. അള്ളാഹുവിനോലേക്ക് മടങ്ങുന്നവരോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി. അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി. ഒരടിമ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ മരുഭൂമിയിൽ വെച്ച് തൻ്റെ ഭക്ഷണവും പാനീയവും അടങ്ങിയ ഒട്ടകത്തെ നഷ്ടപ്പെട്ട് ആ ഒട്ടകത്തെ ജീവൻ പോകുന്ന അവസ്ഥയിൽ തിരിച്ചു കിട്ടുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം ഒരാൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് മടങ്ങുക തന്നെ, എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുക. മൂന്നാമത്തേത് നമസ്കാരം. അത് ആശ്വാസത്തിൻ്റെ തണലാണ് നമസ്കാരം. അതാണ് ഹൃദയ വിശാലതയ്ക്ക് ഉപകരിക്കുന്ന മൂന്നാമത്തെ കാര്യം. ജീവിതത്തിലെ പ്രയാസങ്ങൾ ഹൃദയത്തിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സങ്കേതമാണ്, ആശ്വാസമാണ്, അനുഗ്രഹമാണ് നമസ്കാരം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. തീർച്ചയായും അത് വലിയൊരു കാര്യം തന്നെയാണ്. വിനയമുള്ളവർക്കൊഴികെ, വിനയമുള്ളവർക്ക് മാത്രമേ ശരിക്കും അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സഹായം തേടാൻ അല്ലാഹു കൽപ്പിച്ചത് നമസ്കാരത്തിലൂടെയാണ്. മനസ്സിന് ഭാരമുണ്ടാകുമ്പോൾ അത് ഇറക്കി വെക്കാനുള്ള ഇടമാണ് മുസല്ല. പ്രയാസങ്ങൾ നേരിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം പ്രാപിച്ചിരുന്നത് നമസ്കാരത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുർആനിലൂടെ കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അവർ പറയുന്നത് കാരണം നിനക്ക് ഹൃദയത്തിന് ഇടുക്കം അനുഭവപ്പെടുന്നുണ്ടെന്ന് നാം അറിയുന്നു. അഥവാ മറ്റു ഖുറൈശികളും മറ്റു വിഭാഗങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുമ്പോൾ ഹൃദയത്തിന് വല്ലാതെ ഞെരുക്കം വരുന്നു. അതിനാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം തസ്ബീഹ് ചെല്ലുക. നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുക. സ്തുതിയും തസ്ബീഹും സുജൂദുമൊക്കെ നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അത് നിർവഹിക്കണമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, അരിഹ്നാ ബികാ യാ ബിലാൽ, ബിലാലെ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ, ബാങ്ക് കൊടുക്കൂ. നമസ്കാരം കേവലം ഒരു ചടങ്ങല്ല, അത് നമസ്കാരം എന്നത് സൃഷ്ടാവുമായുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് അൽ വാലുസ്സായിബ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അസ്സലാത്തു മജ്ലബത്തുൽ ലിരിസ്ഖ്, നമസ്കാരം എന്നത് ഉപജീവനം കൊണ്ടുവന്നു തരും. ഹാഫിളത്തുൽ ലിസ്സിഹ,
ആരോഗ്യം സംരക്ഷിക്കും, ദാഫിഅത്തുൽ ലിൽ അദാം ഉപദ്രവം തടയും, വത്വാരിദത്തുൽ ലിൽ അദ്വാ രോഗങ്ങൾ അകറ്റും, മുഖവ്വിയത്തുൽ ലിൽ ഖൽബ് ഹൃദയത്തിന് ശക്തി നൽകും, വമുബയ്യിറത്തുൽ ലിൽ വജ്ഹ് മുഖത്തിന് പ്രകാശം നൽകും, വമുഫരിഹത്തുൽ ലിൻ നഫ്സ് മനസ്സിനെ സന്തോഷിപ്പിക്കും, വമുദ്ഹിബത്തുൽ ലിൽ കസൽ മടിയെ നീക്കും. നമസ്കാരം ഉപജീവനം കൊണ്ടുവന്നു തരും. നമസ്കാരം ആരോഗ്യം സംരക്ഷിക്കും. നമസ്കാരം ഉപദ്രവങ്ങളെ തടയും. നമസ്കാരം രോഗങ്ങളെ അകറ്റും. നമസ്കാരം ഹൃദയത്തെ ശക്തിപ്പെടുത്തും. നമസ്കാരം മുഖത്തിന് പ്രകാശം നൽകും. നമസ്കാരം മനസ്സിനെ സന്തോഷിപ്പിക്കും. നമസ്കാരം മടിയെ നീക്കുന്നതാകുന്നു. നമസ്കാരം എന്നാൽ അള്ളാഹുവായുള്ള അഭിമുഖ സംഭാഷണമാണ്. ദുനിയാവിലെ രാജാക്കന്മാരെ കാണാൻ 100 കടമ്പകൾ കടക്കണമെങ്കിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിനെ സംസാരിക്കാൻ ഒരു വുദൂവും ഒരു മുസല്ലയും മാത്രം മതി. എല്ലാ സങ്കടങ്ങളും ആരോടും പറയാതെ അള്ളാഹുവിനോട് മാത്രം പറയാൻ കഴിയുന്ന ആ സ്വകാര്യ നിമിഷങ്ങളാണ് ഹൃദയത്തെ വിശാലമാക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നമുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത വേദനയുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത മനസ്സിന്റെ ഭാരമുണ്ടോ? ഇല്ലല്ലോ. അത് മുഴുവൻ പറയാനുള്ള ഇടമാണ് നമസ്കാരവും നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയും. 4ാമത്തെ കാര്യം ഖുർആൻ പാരായണം. അതൊരു ആത്മീയ ചികിത്സയാണ്. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഹൃദയ രോഗങ്ങൾക്കുള്ള ശമനമാണ്. ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഉപദേശവും ഹൃദയങ്ങളിലുള്ളതിന് ശമനവും വന്നു കഴിഞ്ഞു എന്ന് ഖുർആനിനെ പറ്റി പറയുകയാണ്. ഇവിടെ അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ചത് ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളതിന് ശമനം. ഈ ഹൃദയങ്ങളിലുള്ള എല്ലാ ആശങ്കക്കും ഉത്കണ്ഠക്കും ദുഃഖത്തിനും അസൂയക്കും സംശയത്തിനും ഹൃദയത്തിൻ്റെ എന്തെന്ത് രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്ക് മുഴുവൻ ശമനമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഖുർആൻ മൗഇദാണ്, ഉപദേശമാണ്. അത് ശിഫാ ആണ്, മരുന്നാണ്. ചിന്തയോടുകൂടിയുള്ള പാരായണം എല്ലാ ഉത്കണ്ഠകളെയും വലിച്ചെറിഞ്ഞ് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് അത് സൃഷ്ടാവിൽ നിന്നുള്ള സംസാരമാണ്. ഒരടിമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവൻ തൻ്റെ റബ്ബുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ഇത് ഹൃദയത്തിലെ ഇടുക്കത്തെ നീക്കി പ്രകാശം നൽകുന്ന കാര്യമാണ് ഖുർആൻ പാരായണം. റമദാൻ കഴിഞ്ഞു. നമസ്കാരത്തിൻ്റെ കാര്യം, ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. റമദാനിലുണ്ടായ സമാധാനം, ആ പെരുന്നാളിലുണ്ടായ സന്തോഷം നിലനിൽക്കുന്നില്ലേ? നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി ഖുർആന്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ ഖുർആനു ഫശിഫാഉൻ താമ മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യ വൽ ബദനിയ്യ വ അദ്വാഉദ് ദുനിയ വൽ ആഖിറ. ഹൃദയപരവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രയാസങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ ശമനമാണ് ഖുർആൻ. ഖുർആനെ പറ്റി ചിന്തിക്കലും ആലോചിക്കലും ഖുർആൻ പാരായണവും ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 5ാമത്തെ കാര്യം, ഹൃദയം വിശാലമാകാനുള്ള 5ാമത്തെ കാര്യം ദിക്ർ വർദ്ധിപ്പിക്കുക. അത് റിസ്ഖുൽ ഖുലൂബാണ്, ഹൃദയത്തിന്റെ ഭക്ഷണമാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവെ സ്മരിക്കൽ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ശരീരം തളരുമ്പോൾ ആഹാരം തേടുന്നത് പോലെ ആത്മാവ് തളരുമ്പോൾ അതിനു നൽകേണ്ട ആഹാരമാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, ഈ ദിക്റൊക്കെ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവനുള്ളവന്റെയും മരിച്ചവന്റെയും പോലെ ഉപമയാണ്. ഖുർആൻ ഓതാത്ത, നമസ്കാരത്തെ ശ്രദ്ധിക്കാത്ത, ദിക്ർ ചൊല്ലാത്ത, സാന്ദർഭികമായ പ്രാർത്ഥനകൾ ഓർമ്മ വരാത്ത ആളുകളുടെ മനസ്സു ചത്തിട്ടുണ്ട്, മനസ്സു നശിച്ചിട്ടുണ്ട്, ഹൃദയം കടുത്തുപോയിട്ടുണ്ട്, ഹൃദയം കുടുസായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹൃദയം ജീവിക്കണമെങ്കിൽ ദിക്റുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പോലെയുള്ള തസ്ബീഹുകൾ, തഹ്ലീലുകൾ,
തഹ്മീദുകൾ ഹൃദയത്തിൻ്റെ ഇരുട്ടിനെ നോക്കി പ്രകാശം തരും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, മീനിന് വെള്ളം, മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് ഹൃദയത്തിനുള്ള ദിക്ർ. അതുകൊണ്ട് തന്നെ ഹൃദയം വിശാലമാകണമെങ്കിൽ വിശാലമാകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമല്ല, മറിച്ച് ഹൃദയം വിശാലമാകാൻ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണോ അത് ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് ഇന്നു മുതൽ അത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഹൃദയം വിശാലമാവുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അള്ളാഹു വിശാലമാക്കുകയും അതിൽ ഈമാൻ നിറക്കുകയും ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹൃദയം വിശാലമാകാനുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. 6ാമത്തെ കാര്യം പ്രാർത്ഥന. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. ഹൃദയ വിശാലതയ്ക്കും വേണ്ടി മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നമ്മളും അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുക. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല മനഃശാന്തി, അത് നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം അതുകൊണ്ടാണ് ചോദിച്ചത്, ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. കാര്യങ്ങൾ എളുപ്പമാകാനും പ്രാർത്ഥിക്കണം, അതേപോലെ ഹൃദയം വിശാലമാകാനും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്ൻ. സുദീർഘമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഉത്കണ്ഠയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. കൽപ്പിച്ചു കൂട്ടി ചോദിക്കണം. ഉത്കണ്ഠയുണ്ട് എൻ്റെ മനസ്സിൽ, ദുഃഖമുണ്ട് എൻ്റെ മനസ്സിൽ, അത് നീക്കിത്തരണമേ എന്ന് സർവ്വലോക സൃഷ്ടാവായ റബ്ബുൽ ആലമീനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായ എല്ലാ വഴികളും അടയുമ്പോൾ അള്ളാഹുവിലേക്കുള്ള കൈനീട്ടൽ ഹൃദയത്തിൻ്റെ വലിയ പ്രത്യാശ നിറക്കും. നാം ചർച്ച ചെയ്ത ഈ 6 കാര്യങ്ങൾ: 1 തൗഹീദ്, 2 അള്ളാഹുവിലേക്കുള്ള മടക്കം ഇനാബത്ത്, 3 അസ്വലാത്ത് നമസ്കാരം, 4 ഖിറാഅത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം, 5 ദിക്ർ, 6 ദുആ. ഇവയാണ് മനസ്സിൻ്റെ പൂട്ടുകൾ തുറക്കാനുള്ള താക്കോലുകൾ. ദുനിയാവിൽ എത്ര വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചാലും ഹൃദയം ഇടുങ്ങിയതാണെങ്കിൽ ജീവിതം ഒരു തടവറക്ക് തുല്യമായിരിക്കും. എന്നാൽ ചെറിയ കുടിലാണെങ്കിലും അള്ളാഹു ഹൃദയം വിശാലമാക്കി തന്നാൽ അവിടെയാണ് യഥാർത്ഥ സ്വർഗം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, ജന്നതി ഫീ സ്വദ്രി, എൻ്റെ സ്വർഗം എൻ്റെ നെഞ്ചിലാണ്. ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ ഹൃദയത്തിൻ്റെ കുഴപ്പമാണ്, അവൻ്റെ ജീവിത വീക്ഷണമില്ലായ്മയുടെ കുഴപ്പമാണ്. അവിടെ എന്താണ് വേണ്ടത്? ഇബ്ലീസിൻ്റെ കുത്തിത്തിരിപ്പിൽ കുടുങ്ങാതെ, അവൻ കൊണ്ടുവരുന്ന മാനസിക സംഘർഷത്തിൽ പെടാതെ അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലി മടങ്ങാൻ നമുക്ക് സാധിക്കണം. ചുരുക്കത്തിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, തൗഹീദ് ഉണ്ടായിരിക്കുക, തെറ്റുകളിൽ നിന്നും അള്ളാഹുവിലേക്ക് മടങ്ങുക, ഇനാബത്തുണ്ടായിരിക്കുക, സങ്കടങ്ങൾ മുസല്ലയിൽ പറയുക, നമസ്കാരം നന്നാക്കുക, ഹൃദയരോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുക, അഥവാ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, ഹൃദയത്തിന് ആഹാരം നൽകുക, ദിക്ർ ധാരാളമായി ചൊല്ലുക, ദൈന്യതയോടെ അവനോട് ചോദിക്കുക, അഥവാ ദുആ ചെയ്യുക. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയവനെ ഈ ലോകത്തു തന്നെ അവന് സ്വർഗക്കാരനെ പോലെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. നമുക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളായി ഈ 6 പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാനും അങ്ങനെ ആ പരിഹാരം കണ്ടെത്തി ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും. അല്ല സുഹൃത്തുക്കളെ, ഈമാനുള്ളവൻ, തഖ്വയുള്ളവൻ, ഇഹ്സാനുള്ളവൻ, ഇഖ്ലാസുള്ളവൻ, മുത്തഖിയായവൻ, അവൻ ഒരു ടെൻഷനുമില്ലാതെ ജീവിക്കുന്ന ഒരു ലോകമുണ്ട് ഇവിടെ തന്നെ. ആ ലോകത്തിലേക്ക് ചെന്ന് ചേരണമെങ്കിൽ ഖുർആൻ കയ്യിലെടുക്കണം, നമസ്കാരം വേണം, ദിക്ർ നാവിൽ നിന്ന് വരണം, ദുആ ധാരാളമായി വേണം, തൗഹീദിൽ ജീവിക്കണം, തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മടങ്ങാൻ സാധിക്കണം. അത് ചെയ്താൽ ഹൃദയം വിശാലമായി വല്ലാത്ത സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ സാധിക്കും. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു
തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ